ലോകത്തുള്ള എല്ലാ ഫുട്ബോൾ പ്രേമികളും ഇഷ്ടപ്പെടുന്ന ഒരു താരമായതുകൊണ്ട് തന്നെ കേരളത്തിൽ വരിക, കളിക്കുക, അത് നമ്മുടെ കേരളത്തിൽ ഫുട്ബോളിന് ഒരു ഉണർവുണ്ടാക്കാൻ സാധിക്കും. ഒരു ബ്രസീൽ ഫാൻസിൻ്റെ ആൾ കൂടിയാണ്. എന്നാലും പിന്നെ മെസ്സി വരിക എന്നുള്ളത് ഞങ്ങൾ ഒരു വലിയ ആഗ്രഹമാണ്. ഞാനൊരു അർജൻറ്റീന ഫാനാണ്. അപ്പം മെസ്സി വരിക എന്നുള്ളത് അതൊരു വലിയ സ്വപ്നമാണ്. അപ്പോൾ ആ ആഗ്രഹം വേഗം സാക്ഷാത്കരിക്കട്ടെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ രോമാഞ്ചമായ മെസ്സി, എല്ലാവരെ പോലെ ഞാനും മെസ്സിയുടെ കടുത്ത ആരാധകനാണ്. മെസ്സി കേരളത്തിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. ലയണൽ മെസ്സിയെ പോലത്തെ ലോക ചാമ്പ്യനായ ഒരു താരം കേരളത്തിൽ വരിക എന്നത് ഒരു ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അത് അർജൻറ്റീനൻ ആരാധകരെന്ന് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ഫുട്ബോൾ പ്രേമികളും ഇഷ്ടപ്പെടുന്ന ഒരു താരമായതുകൊണ്ട് തന്നെ കേരളത്തിൽ വരിക, കളിക്കുക, അത് നമ്മുടെ കേരളത്തിൽ ഫുട്ബോളിന് ഒരു ഉണർവുണ്ടാക്കാൻ സാധിക്കും. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെ നാടിന് ഒരു അഭിമാനകരമായ കാര്യം കൂടിയാണ്. മെസ്സി മുമ്പ് ഇന്ത്യയിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. വെനീസ്വലയുമായി ഒരു മാച്ച് കൽക്കത്തയിൽ നടത്തിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പോയി കാണുവാനോ അത് ആസ്വദിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ വരികയാണെങ്കിൽ അത് കൊച്ചിയിലാണെങ്കിലും കൊച്ചിയിലെ സ്റ്റേഡിയത്തിനെ കുറിച്ചൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. എന്നാലും കേരളത്തിൽ എവിടെ ഗ്രൗണ്ടിൽ വന്നാലും അത് കളി കാണാനും അത് വളരെ സന്തോഷമുണ്ട്. ഇതിപ്പോൾ റിപ്പോർട്ടർ TV-യുടെ ആൻഡ്രൂ അഗസ്റ്റിൻ MD ഇതിനും എല്ലാം ശരിയായിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് കണ്ടു. അത് പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് AFൻ്റെ അനുമതി, മറ്റു കാര്യങ്ങൾ സർക്കാർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചെയ്താൽ അത് മെസ്സി എത്തും എന്നുള്ളത് തന്നെയാണ് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അർജൻറ്റീന ടീമിന് ഞാൻ 86 മുതൽ അർജൻറ്റീന ടീമിനെ സപ്പോർട്ട് ചെയ്യണ ഒരാളാണ്. ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറഡോണയുടെ കാലം തൊട്ട്. ഇപ്പം മെസ്സി വരിക എന്ന് പറഞ്ഞാൽ ലോകകപ്പ് കളിച്ച എല്ലാവരും വരണം, ആ ടീം വരും എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഗോൾ കീപ്പർ മാർട്ടിനസ്, റൊമാറോ, മെസ്സി, ലോറ്റിനോ മാർട്ടിനസ്, ഡീപോള്, മാക്കാലിസ്റ്റർ തുടങ്ങിയ എല്ലാ ഫസ്റ്റ് ലൈനപ്പ് ടീം തന്നെ ഇവിടെ എത്തുന്നതാണ്. ഒക്ടോബറിലോ നവംബറിലോ ഒരു ഫ്രണ്ട്ലി മാച്ചുകളുടെ ഷെഡ്യൂളുണ്ട്, മാച്ച് ഷെഡ്യൂളുകൾ അർജൻറ്റീനയ്ക്ക് ഉണ്ട്. ആ ഗ്യാപ്പിൽ ഇവിടെ വന്ന് കളിക്കുമെന്നുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം സന്തോഷമാണ്. മെസ്സി വരുമ്പോൾ നേരിട്ട് പോയി കാണാൻ ആഗ്രഹമുണ്ട്. ഒരു പ്രാവശ്യം ജിദ്ദയിൽ വെച്ച് മെസ്സിയുടെ കളി ബാഴ്സലോണക്ക് കളിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. ഇനി അർജൻറ്റീന ജേഴ്സിയിൽ കളി കാണാൻ ഒരു ആഗ്രഹമുണ്ട്. അത് കൊച്ചിയിലോ കേരളത്തിൽ എവിടെ വന്നാലും അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. മെസ്സി കേരളത്തിൽ വരിക എന്നുള്ളത് ഏതൊരു ഫുട്ബോൾ പ്രേമിക്കും ഏറ്റവും വലിയ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ മലപ്പുറത്തുകാർക്ക്, അത് അർജൻറ്റീനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മെസ്സിക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ആരാധകരുള്ള മലപ്പുറം, ഇവിടെ മെസ്സി ഒരു കളിക്കാൻ എത്തുക എന്നുള്ളത് അവരുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷങ്ങളിൽ വന്ന് ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെയാണ്. അത് പ്രാവർത്തികമാക്കാൻ പല വാഗ്ദാനങ്ങളും ഓഫറുകളൊക്കെ വന്നു, പല അഭ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ട്. ഉണ്ടാവുമോ ഇല്ലേ, വരുമോ ഇല്ലേ എന്നൊക്കെയുള്ള. അപ്പോൾ എന്തായാലും ഒക്ടോബർ നവംബർ മാസങ്ങളായിട്ട് വരും എന്നാണ് മന്ത്രി നമുക്ക് മുമ്പ് ഉറപ്പ് തന്നത്. കോഴിക്കോട് ഫറൂഖിൽ ആ പരിപാടി ലൈവായിട്ട് നമ്മൾ കണ്ടിരുന്നു. മന്ത്രി അത് തന്നത്, ആ ഓഫർ തന്നത്. അതിന് കഴിഞ്ഞ ഉടനെ തന്നെ മന്ത്രി ഒരു സംശയം പറയുകയും ചെയ്തു. എനിവേ ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്. ഇതിലൊരു രാഷ്ട്രീയ കടന്നുകയറ്റങ്ങളൊന്നും ഇല്ലാതെ ഞാനൊക്കെ ഒരു ബ്രസീൽ ഫാൻസിൻ്റെ ആൾ കൂടിയാണ്. എന്നാലും മെസ്സി വരിക എന്നുള്ളത് ഞങ്ങൾ ഒരു വലിയ ആഗ്രഹമാണ്. അത് സഫലീകരിക്കാനുള്ള എല്ലാവിധ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ശ്രമങ്ങളും വിജയിക്കട്ടെ എന്നാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് മലപ്പുറത്തെ ഫുട്ബോൾ ആരാധകരുടെ കൂട്ടത്തിൽ ഞാനും അത് ആഗ്രഹിക്കുന്നു. ഞാനൊരു അർജൻറ്റീന ഫാനാണ്. അപ്പം മെസ്സി വരിക എന്നുള്ളത് അതൊരു വലിയ സ്വപ്നമാണ്. അപ്പോൾ ആ ആഗ്രഹം വേഗം സാക്ഷാത്കരിക്കട്ടെ. റിപ്പോർട്ടർ ചാനലാണ് ഈ ഒരു ദൗത്യത്തിന് മുൻകൈ എടുക്കുന്നത്. അതുകൊണ്ട് അത് വേഗം സാക്ഷാത്കരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോൾ മെസ്സി, അർജൻറ്റീനൻ ടീം മെസ്സിയും കേരളത്തിൽ എത്തില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം വരെ വാർത്ത. ഇന്നുപോലെ കേൾക്കുന്നത് മെസ്സി വരുമെന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അർജൻറ്റീന ടീമിൻ്റെ വരവ് അത് വലിയൊരു സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ ഇതിലൊരു തീരുമാനം ആവുന്നത് തീർച്ചയായിട്ടും വലിയ നിരാശ ഉണ്ടായിരുന്ന വലിയൊരു വിഭാഗം ഫുട്ബോൾ പ്രേമികൾക്ക് ആശ്വാസകരമായൊരു വാർത്തയാണ്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ നേതൃത്വത്തിലാണ് ഇത് വരുന്നതെന്ന് അറിഞ്ഞു. ഏതായാലും ഇതിലൊരു വ്യക്തത വരുത്തി എത്രയും പെട്ടെന്ന് ഇങ്ങനൊരു
ഒരു ഫുട്ബോൾ മാമാങ്കം തന്നെ കേരളത്തിൽ നടക്കുക എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അതിന് മുൻകൈ സർക്കാരും റിപ്പോർട്ടർ ചാനലിൻ്റെ നേതൃത്വത്തിൽ മുൻകൈ എടുത്ത് അതിലൊരു കൃത്യമായ തീരുമാനമുണ്ടാക്കി കേരളത്തിന് ഗുണകരമായ രൂപത്തിൽ, കേരളത്തിലെ ഫുട്ബോളിനും കായിക മേഖലക്കും ഗുണകരമാവുന്ന രൂപത്തിലേക്ക് അതിനെ കൊണ്ടുപോകണമെന്നാണ് പറയാനുള്ളത്. ഞാൻ കടുത്തൊരു അർജന്റീനിയൻ ആരാധകനാണ്. മറഡോണയുടെ കളി കണ്ട് 86 മറഡോണയുടെ കളി കണ്ട് അർജന്റീന ആരാധകനായതാണ്. പിന്നീട് ഇങ്ങോട്ട് വന്ന അർജന്റീന കളിക്കാരെ ബാറ്റിസ്റ്റൂട്ട പോലുള്ള കളിക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ രോമാഞ്ചമായ മെസ്സി, എല്ലാവരെ പോലെ ഞാനും മെസ്സിയുടെ കടുത്ത ആരാധകനാണ്. മെസ്സി കേരളത്തിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്, ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാരണം മെസ്സിയുടെ കളി ഈ ലോകകപ്പിൽ ഖത്തറിൽ പോയി കാണണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ചില പ്രയാസങ്ങൾ കാരണം, ശാരീരികമായ പ്രയാസം കാരണം അതിനൊന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ ആ സമയം അത്തരൊരു അവസരത്തിൽ മെസ്സി ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിയായ സന്തോഷമുള്ള കാര്യമാണ്. മെസ്സി വരണം, മെസ്സി വന്നിട്ട് മെസ്സിയുടെ കളി കാണണം. പിന്നെ അതിന് ഗവൺമെൻറ് എല്ലാവിധ മുൻകൈയും എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.